എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതും ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. സാധാരണ നമ്മൾ സ്പൈഡർമാൻ, സൂപ്പർമാൻ കേക്കുകളൊക്കെ റെഡ് ആൻഡ് ബ്ലൂ തീമിലൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കേക്കാണ്. ഇവിടെ ഈ ലോഗോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മോൾഡോ കട്ടറോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പറായിട്ട് യൂസ് ചെയ്തതും സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഈ കേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സൂപ്പർമാൻ്റെ ലോഗോ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു പ്രിൻ്റ് ഔട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട സൈസിൽ. അതിനുശേഷം നമുക്ക് കുറച്ച് ഗോൾഡൻ യെല്ലോ ഫോണ്ടൻ്റെ അടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ട് അതിൻ്റേതായ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ലോഗോയുടെ കറക്റ്റ് മാർക്കിങ് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നൈഫ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നൈഫ് വെച്ച് അതിനെ മാർക്കിംഗ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ വേറെ കട്ടേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള സൈസിലുള്ള ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണേലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ പെയിൻറ്റ് ഇതിൽ കൊടുക്കുകയാണ്. ഗോൾഡൻ പെയിൻറ്റ് കൊടുത്ത് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ച് നേരം ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ലെയർ ചെയ്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ക്രം കോട്ടിങ്ങിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതിനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാൻ കുറച്ച് ഫോയിൽ എടുത്തിട്ട് വെറുതെ അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നു. ആ ഒരു മാർക്കിങ്സ് ഒക്കെ ഒന്ന് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ മൈക്രോവേവിലോ നമുക്ക് ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്യാം. വേറെ ക്രീമൊന്നും ആഡ് ചെയ്യരുത്. ഒരു സ്റ്റിക്ക് കൂടെ അതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ച് അത് സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചോക്ലേറ്റ് അധികം ഒഴിക്കണം, കാരണം നന്നായിട്ട് ഹോൾഡ് ചെയ്തിരിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എഡിബിൾ ഗോൾഡ് ഗ്ലേസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ കേക്കിൽ അത് ഒഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൽ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല നന്നായിട്ട് തണുപ്പിച്ച് നമ്മുടെ കേക്കിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ ഗോൾഡ് ഗ്ലേസും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സൈഡെല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് എടുത്ത് അതിൻ്റെ എക്സ്ട്രാസിനെല്ലാം റിമൂവ് ചെയ്ത് കേക്ക് റെഡിയാക്കി മാറ്റുക. അപ്പോഴത്തേക്കും നമ്മളുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അതിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിന് പ്രത്യേക ഷേപ്പും സൈസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ആ തീമിന് മാച്ച് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് ഡസ്റ്റും കൂടെ ഈ ടോപ്പറിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ റെഡി ആയിട്ടുള്ള ലോഗോ എടുത്ത് കേക്കിൽ സ്റ്റിക്ക് ചെയ്തു. ഇനി നമ്മളുടെ ഈ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്ത ആ ടോപ്പറും കൂടെ കേക്കിൽ സെറ്റ് ചെയ്ത് വെച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മളുടെ കേക്ക് റെഡിയായി. നമ്മുടെ കയ്യിൽ കട്ടറും മോൾഡോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ലോഗോസ് ഒക്കെ ചെയ്ത് ഇതുപോലെ ഭംഗിയായിട്ട് കേക്കുകൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കേക്ക് റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ടും ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.